വേങ്ങേരി മാർക്കറ്റ് ഒരു കാരണവശാലും കാട് മൂടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നും കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നല്ല കൃഷി വെച്ച് പിടിപ്പിക്കുമെന്നും കൃഷിമന്ത്രി ടി സിദ്ദിഖ് വേങ്ങേരിയിലെ കാർഷിക വിപണന കേന്ദ്രത്തിന്റെ സന്ദർശന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേങ്ങേരി ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു സ്ഥിരം ജൈവ പച്ചക്കറി മാർക്കറ്റ് എല്ലാവർക്കും വരാവുന്ന നല്ല രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആളുകൾക്ക് വന്ന് ജൈവ പച്ചക്കറികൾ വാങ്ങാവുന്ന ഒരിടമായും ജൈവ പച്ചക്കറി കൃഷി നടത്തുന്ന കർഷകർക്ക് വന്ന് അവരുടെ സാധനങ്ങൾ കൈമാറാവുന്ന ഒരു ഇടം കൂടിയായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള നടപടി ആലോചിക്കുവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ പദ്ധതികൾ ഒരുക്കുമെന്നും വേങ്ങേരി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേങ്ങേരി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടക്കും. MLA ഉൾപ്പെടെ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലിയിലും കണ്ട സമയത്തും ഒക്കെ പല സമയത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് മലബാർ നാളികേരത്തിൻ്റെ കൂടെ ഒരു സ്ഥലമാണ്. അപ്പോൾ നാളികേരത്തെ ഇപ്പോൾ നിലവിലുള്ള വിഭാവനം ചെയ്ത ഡ്രയറിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാളികേരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായി ഇത് മാറ്റും. അതിൽ ഒരു കാര്യം കൂടെ പറയുന്നു. കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ടപ്പോൾ കോക്കനട്ട് റെജുവിനേഷൻ പദ്ധതി കേരളത്തിന് അനുവദിക്കണം എന്നുള്ളത് പറഞ്ഞു. ചിങ്ങം 1 സംസ്ഥാന കർഷക അവാർഡുകളും ചിങ്ങം 1 പ്രോഗ്രാം ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 2000 പച്ചക്കറി ചന്തകൾ കേരളത്തിൽ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വില വർധനവിനെ തടയുന്നതിന് സർക്കാർ മൂവ്മെന്റ് നടത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.